പണ്ട് കാലത്ത് പച്ചപ്പർവ്വതങ്ങളും വെള്ളച്ചാട്ടങ്ങളും ചുറ്റിപ്പറ്റിയിരുന്ന അമരാവതി എന്ന മനോഹര രാജ്യത്തിൽ അരുണിമ എന്ന രാജകുമാരി ജീവിച്ചിരുന്നു. അവൾ സൗന്ദര്യത്തിൽ മാത്രമല്ല, ധൈര്യത്തിലും കരുണയിലും പ്രശസ്തയായിരുന്നു. അരുണിമയുടെ അച്ഛൻ രാജാവായ വീരേന്ദ്രൻ ജനങ്ങളെ സ്വന്തം കുടുംബം പോലെ സ്നേഹിച്ചു ഭരിച്ചവൻ. രാജ്യം സമാധാനത്തിലും സന്തോഷത്തിലുമായിരുന്നു. പക്ഷെ ആ സന്തോഷം കണ്ടു അസൂയപ്പെട്ടത് രാജസഭയിലെ മന്ത്രിയായ ദുർജയനായിരുന്നു. ദുർജയൻ രാജ്യം പിടിക്കാനായി രഹസ്യമായി കരിമന്ത്രവിദ്യ അഭ്യസിച്ചു. ഒരു രാത്രിയിൽ കൊട്ടാരത്തിൽ ആക്രമണം നടത്തി രാജാവിനെ തടവിലാക്കി രാജ്യം കൈവശപ്പെടുത്തി. രാജകുമാരി അരുണിമയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും വിശ്വസ്തനായ സൈനികനായ അർജുൻ അവളെ രക്ഷിച്ചു. അർജുൻ അരുണിമയെ കാട്ടിലെ ഒരു രഹസ്യ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സാധാരണ ജനങ്ങളുടെ ദുരിതം അരുണിമ നേരിൽ കണ്ടു. രാജ്യം ദുർജയന്റെ ക്രൂരഭരണത്തിൽ വേദനിക്കുകയായിരുന്നു. അവൾ തിരിച്ചറിഞ്ഞു, ഒരു രാജകുമാരിയുടെ യഥാർത്ഥ ശക്തി കിരീടത്തിലല്ല, ജനങ്ങളെ രക്ഷിക്കുന്ന ധൈര്യത്തിലാണ്. അരുണിമ ഗ്രാമത്തിലെ യുവാക്കളെ കൂട്ടി രഹസ്യമായി പരിശീലനം തുടങ്ങി. വാൾവിദ്യയും തന്ത്രങ്ങളും പഠിച്ചു. കുറച്ചു മാസങ്ങൾക്കു ശേഷം അവൾ ജനങ്ങളുടെ നേതാവായി മാറി. അവസാനം അരുണിമയും അവളുടെ സംഘവും കൊട്ടാരത്തിലേക്ക് കടന്നു. ദുർജയനുമായി വലിയ പോരാട്ടം നടന്നു. ദുർജയൻ കരിമന്ത്രം ഉപയോഗിച്ചെങ്കിലും അരുണിമയുടെ ധൈര്യവും ജനങ്ങളുടെ ഐക്യവും അവനെ തോൽപ്പിച്ചു. രാജാവിനെ മോചിപ്പിച്ചു. ജനങ്ങൾ അരുണിമയെ പുതിയ രാജ്ഞിയായി വരവേറ്റു. രാജ്ഞിയായ ശേഷം അരുണിമ പറഞ്ഞു, രാജ്യം ഭരിക്കുന്നത് അധികാരം കൊണ്ടല്ല, സ്നേഹവും നീതിയും കൊണ്ടാണ്. അതിനുശേഷം അമരാവതി വീണ്ടും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നാടായി.